ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ല ചിക്കൻ മാമൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മാമൂസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കണ പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അത് കുഴച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്തെടുക്കുന്നത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് ചിക്കൻ വേവിക്കാതെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ വേവിച്ചിട്ടാണ് ചെയ്യണത്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർത്തെടുക്കുക. അതിൻ്റെ കുരുവൊന്നും പെടരുത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വേവിക്കുമ്പോൾ തന്നെ ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അധികം വേവിക്കൊന്നും വേണ്ട, ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്തെടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ സോയാ സോസിലൊക്കെ ഉപ്പുള്ളതല്ലേ, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 2 പച്ചമുളകും കൂടി കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അധികം വെന്ത് പോകണ്ട, ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തെടുക്കുക കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് അതില്ല, അപ്പോൾ ഞാൻ മല്ലിയില മാത്രം ചേർത്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അത് ഒന്ന് പരത്തിയെടുക്കണം. കയ്യുമ്പോൾ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്, അതിന് ശേഷമാണ് ഞാൻ അത് പരത്തിയെടുക്കണത്. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഞാൻ ഈ ഒരു രീതിയിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വല്ല പാത്രമോ അല്ലെങ്കിൽ കട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഉണ്ടല്ലോ, ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഫില്ലിങ് ചേർത്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിലേറെ നല്ല ഭംഗിയിൽ മടക്കിയെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയും മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മടക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് ആവിക്കാണ് വേവിച്ചെടുക്കുന്നത്. ഇനി എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ പരത്തി കൊടുത്തതിന് ശേഷം ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ചെടുക്കുക കേട്ടോ. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മാമൂസ് ഉണ്ടാക്കാൻ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിലേക്ക് ചട്നി കൂട്ടിയിട്ട് കഴിക്കണം, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.